ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം. ഇന്ന് പറയുന്നത് ആത്മീയതയിലെ മാറ്റത്തിനെ പറ്റിയാണ്. പുതിയ കാലഘട്ടത്തെ, പുതിയ മാറ്റത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആത്മീയതയിലെ മാറ്റം. എന്താണ് മാറ്റം? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം പറഞ്ഞിരുന്നു. കാലഘട്ടം മാറി, ഈശ്വരന്മാർ മാറി, അതിനനുസരിച്ച് നമ്മളും മാറിയില്ലെങ്കിൽ മൂർത്തിഭാവങ്ങൾ മാറി. ഇത് നമ്മൾ സ്വയം ഇപ്പം നമ്മുടെയൊക്കെ കുടുംബക്ഷേത്രങ്ങളിൽ വന്നിരുന്ന ഇരിക്കുന്ന എനർജികൾക്ക് വരെ വ്യത്യാസം വരുന്ന കാലഘട്ടമായി. ഇത് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കാം? കാരണം ഒരു പൂജ ചെയ്യുന്ന വ്യക്തി, ഒരു ആൾക്കാർക്ക് കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പല പല ആൾക്കാർക്കും, പിന്നെ കുടുംബക്ഷേത്രമുള്ളവർക്കും എല്ലാവർക്കും ഈ മാറ്റം സ്വയം മനസ്സിലാക്കി പോകണം. ഇല്ലെങ്കിൽ അവർ പെടും. എന്തുകൊണ്ട്? കാരണം ഒരു ഏകദേശം ഒരു കാര്യം, നിങ്ങൾ ഒരു എനർജീനെ, ഒരു മൂർത്തിനെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുകയും ആ രീതിയിൽ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ എനർജീനെ കണ്ടില്ലെങ്കിൽ, ആ മൂർത്തിയായിട്ട് ബന്ധമുള്ള ആ ഒരു എക്സ്പീരിയൻസിനെ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് ഇതിൻ്റെ വലിയൊരു വ്യത്യാസം. പെട്ടെന്നൊരു ദിവസം കണ്ടില്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചെടുക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും പരാതി പറയും, ഒന്നും ചെയ്യാൻ പറ്റും. ഇതാണ് കുടുംബക്ഷേത്രങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും. കാരണം ദൈവങ്ങൾക്കും മൂർത്തികൾക്കും ഒക്കെ വലിയൊരു വ്യത്യാസം വന്നു. എങ്ങനെ വ്യത്യാസം വന്നു എന്ന് എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ കാര്യം എനിക്ക് പറയാൻ പറ്റും. കാരണം അത് ഓരോ കുലത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അനുസരിച്ചുള്ള വ്യത്യാസങ്ങളാണ് വരുന്നത്. അത് സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ പെടും. എങ്ങനെ പെടും? ഒരു എനർജീനെ നമ്മൾ നോക്കുമ്പോൾ, സേവിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉപാസന ചെയ്യുമ്പോൾ, ഉപാസനയിൽ ഒരു എനർജീനെ നമുക്കറിയാൻ പറ്റും. ഈ പ്രേതങ്ങൾ പുറകെ പോകുന്നവർക്ക് അറിയാൻ പറ്റൂല, നേരത്തെ പറഞ്ഞേക്കാം. അതല്ല പറഞ്ഞത്. അല്ലാണ്ട് പോകുന്നവർക്ക് അതിൻ്റെ എനർജീനെ തിരിച്ചറിയാനും. ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രേതോപാസന മാത്രമേ ഉള്ളൂ. മൂർത്തി എന്ന് പറഞ്ഞ് എല്ലാവരും പോയി പറയണത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ പറയുന്നത് ആത്മീയതയിലെ എനർജികളിൽ വരുന്ന വ്യത്യാസങ്ങൾ അത് മനസ്സിലാക്കി പോകണം. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെ ഗുരു കാർന്നോരോ മുത്തപ്പനോ അവരെയും കൂടി കൂട്ടി അവരുടെ ഉള്ളിൽ തെളിഞ്ഞ മൂർത്തികളെ അല്ലെങ്കിൽ പരദേവതകളെയും ഉപാസിച്ച് അതിൻ്റെ പുറകെ പോയാൽ മാത്രമേ ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ദൈവത്തെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉപാസിക്കുന്ന മൂർത്തിനെ കാണില്ല എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇതാണ് ഇവിടെ ഇനി സംഭവിക്കുന്നത്. അതാണ് ആത്മീയതയിലെ മാറ്റം. ഈ വരുന്ന മകരവിളക്കോട് കൂടി വരുന്ന വലിയൊരു മാറ്റം അവിടെയാണ് സംഭവിക്കുന്നത്. ഇത് നിങ്ങൾക്കത് മനസ്സിലാവാനും പറയാനും വേണ്ടി മാത്രമുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.